ഇന്ന് ഞായറാഴ്ചയാണ് മക്കളെ. അൽറീമെന്ന് കുഴിമന്തി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. സാധനം വന്നിട്ടുണ്ട്. സാധനത്തിൻ്റെ കവർ കണ്ടെങ്കിൽ ഇവർക്ക് ഇത്രയും ബ്രാഞ്ചൊക്കെ ഉണ്ടല്ലേ, ശ്രീലങ്കയിൽ വരെ ബ്രാഞ്ച് ഉണ്ട് കേട്ടോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മളിതേ കവർ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കവർ അങ്ങോട്ട് പൊട്ടിച്ചപ്പോൾ എൻ്റെ മോനെ നല്ല സ്മെല്ലടിക്കുന്നുണ്ടേ. ചോറിൻ്റെ ഒക്കെ മുകളിലായിട്ടൊരു പീസ് ഇങ്ങനെ കിടന്ന് നമ്മളെ നോക്കുന്നുണ്ട്. പിന്നെ പറയണ്ടല്ലോ, ഒരു വലിയ ചരിവ് എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ കൊട്ടുകയാണ് നമ്മുടെ കുഴിമന്തി. വായിൽ നല്ല രീതിയിൽ വെള്ളം ഉറന്നുണ്ട്. ഈ ചോറൊക്കെ ഉള്ളതുകൊണ്ട് പീസ് മൊത്തം അതിൻ്റെ താഴെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ കൈയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. സംഭവം ഒന്നും വിചാരിക്കണ്ട, ഞാൻ കൈയൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കിയതിന് ശേഷമാണ് ആ ഒരു ചിക്കൻ കാർ എടുക്കുന്നത്. എടുത്തപ്പോൾ തന്നെ അത് അടർന്നു പോകുന്നുണ്ട്. അതായത് പൂ പോലെയുള്ള ചിക്കനാണ് മോനെ, ഒരു രക്ഷയില്ല, അത്രയും സോഫ്റ്റാണ്. പിന്നെ സാധാരണ ചെയ്യണ പോലെ തന്നെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് എല്ലാ പീസുകളും മാറ്റുകയാണ്. ഇല്ലെങ്കിൽ ലാസ്റ്റ് ആർക്കെങ്കിലും കൂടുതൽ കിട്ടിയെന്ന് തല്ലുംപിടിയാൻ വീട്ടിലെ പീസുകൾ ഇങ്ങനെ മന്തി റൈസ് ഇങ്ങനെ മാറ്റുമ്പോൾ ഒന്ന് നെഞ്ച് പിടച്ച്. കാരണം ഒരു പീസ് മാത്രമേ കാണാനുള്ളൂ. ഒന്നും കൂടി ഒന്ന് മുങ്ങി തപ്പിയപ്പോൾ ദേ വലിയൊരു പീസ് ഉണ്ടായിരുന്നു. അപ്പം നല്ല മനസ്സങ്ങോട്ട് നിറഞ്ഞ് മക്കളെ, വേറെ ഒന്നും വേണ്ട. അങ്ങനെ റൈസിൽ നിന്ന് ചിക്കൻ പീസൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോരുത്തർക്കും ഇങ്ങനെ വിളമ്പാണ്. നമ്മൾ ഹാഫാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. എങ്ങനെ പോയിട്ടുണ്ടെങ്കിലും 4-5 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള ചിക്കനും പിന്നെ അതുപോലെ തന്നെ റൈസും ഉണ്ട്. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെ പാത്രത്തേക്ക് ഇങ്ങനെ മന്തി റൈസ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ ദേ മ്യാവും. വേറെ ആരുമല്ല, നമ്മുടെ മണിയൻ വന്നിട്ടുണ്ട്. മണിയൻ ഈ വീട്ടിൽ എന്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും, പ്രത്യേകിച്ച് മന്തി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവൻ ആദ്യം കൊടുത്തോണം, ഇല്ലെങ്കിൽ പണി പാളും. മന്തിയുടെ കൂടെ ദേ നമ്മുടെ ഫേവറേറ്റ് ഐറ്റം ആയിട്ടുള്ള മയണൈസും ഉണ്ട്, തക്കാളി ചാറും ഉണ്ട് കേട്ടോ. ഞാൻ മയണൈസ് മാത്രമേ എടുക്കാറുള്ളൂ, എന്നാലും ഒരു ഭംഗിക്ക് വീഡിയോ ഒക്കെ എടുക്കല്ലേ, അതുകൊണ്ട് തക്കാളി ചാറും കൂടി ഒഴിക്കുന്നുണ്ട്. എല്ലാവർക്കും വിളമ്പിയതിന് ശേഷം നമ്മുടെ പൂച്ചക്കുട്ടിക്കും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളൂ. അങ്ങനെ എൻ്റെ പ്ലേറ്റിലേക്ക് ലാസ്റ്റ് ഇതേ കുറച്ച് തക്കാളി ചാറും കൂടി ഒഴിക്കുന്നുണ്ട്. പിന്നെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ റൂമിലോട്ടൊന്നും പോയില്ല. കമ്പ്യൂട്ടർ ഓൺ ആക്കിയിട്ട് പഴയ പടങ്ങളൊന്നും വെക്കാനായിട്ട് നിന്നില്ല. എല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിക്കല്ലേ, അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ പതിയെ എടുക്കുന്നത്. ആദ്യം തന്നെ മയണൈസ് കൂട്ടിയിട്ട് കുറച്ച് ചോറും ഇങ്ങോട്ട് കഴിച്ചു നോക്കിയിട്ടാ. എൻ്റെ പൊന്നോ. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ചിക്കൻ പീസ് എടുത്തിട്ട് മയണൈസും ചോറും എല്ലാം കൂടി ചേർത്തിട്ടുണ്ട് കഴിക്കും. അങ്ങനെ കുറച്ചു നേരം കഴിക്കുമ്പോൾ ചെറിയൊരു മട്ടിപ്പ് എന്തെങ്കിലും ഒന്ന് വന്നെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ആ തക്കാളി ചാറൊന്ന് നാവിലോട്ട് വെക്കുമ്പോൾ അതങ്ങോട്ട് മാറും. പൊതുവേ അങ്ങനെ മട്ടിപ്പും കാര്യങ്ങളൊന്നും കുഴിമന്തി കഴിക്കുന്നവർക്ക് വരില്ല, അത് വേറെ കാര്യം. ഇനി അഥവാ ഇതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായിട്ടിരിക്കുന്നവരെ കാര്യമാണ് ഞാൻ പറഞ്ഞു കേട്ടോ. പ്രത്യേകിച്ച് എനിക്കങ്ങനെ പറ്റാറുണ്ട്. വീഡിയോ ലെങ്ത്തിൽ ചെയ്യണം എന്നൊക്കെ എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റണ്ടേ, കൊതി മൂത്തിട്ടേ ഞാൻ അത് കഴിച്ച് തീർക്കാൻ നോക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്. അതുവരെ എല്ലാവരും നല്ല ഫുഡുകളൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. ടാറ്റാ.